Sky Gold, elegance of beauty. മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ +1 സീറ്റ് ക്ഷാമം അത് കാലങ്ങളായിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് UDFന്റെ പ്രത്യേകിച്ച് ലീഗിന്റെ നേതാക്കളും അതുപോലെ MSF നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത് UDF അധികാരത്തിലെത്തിയാൽ ഇവിടെ +1 സീറ്റ് ക്ഷാമം പരിഹരിക്കും എന്നൊക്കെ തരത്തിലാണ്. ഇപ്പോൾ നജീബ് കാന്തപുരം പോലെ താങ്കൾ MSF യൂത്ത് ലീഗിലൊക്കെ ആയിരുന്ന ആളാണ്. പെരിന്തൽമണ്ണയുടെ ഹൃദയത്തിൽ എല്ലാ മനുഷ്യരുടെയും മനസ്സിലേക്ക് ഇടിച്ചു കയറി അവിടെ ഇരിപ്പുറപ്പിച്ച ആളാണെന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ 38 32,000 മുകളിലേക്ക് ഭൂരിപക്ഷം ജനങ്ങൾ എങ്ങനെ തരിക? അപ്പൊ ഈ മലബാറിലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ +1 സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പും നിങ്ങളുടെ കയ്യിലാണ്. മന്ത്രിയെ കണ്ട് ആവശ്യം ഉണർത്തിച്ച് പരിഹരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ. അല്ല, തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് അപ്രോച്ചാണ് ഇക്കാര്യത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ എടുക്കുന്നത്. ഒന്നാമത് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് ജസ്റ്റ് ഒരു മുന്നൊരുക്കങ്ങളൊന്നും നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മീൻസ് SSLC ഫലപ്രഖ്യാപനം നടത്തുന്നത് വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. അത് കഴിഞ്ഞ് ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന തൊട്ട് തലേ ദിവസമാണ് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ അധികാരമേൽക്കുന്നത്. അപ്പൊ അതിനിടയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന വളരെ പരിമിതമായ കാര്യം എന്ന് പറയുന്നത് മാർജിനൽ ഇൻക്രീസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ മാർജിനൽ ഇൻക്രീസ് വെച്ച് നമ്മുടെ ഓരോ മണ്ഡലത്തിലെയും ഓരോ പ്രദേശത്തെയും ഓരോ സ്കൂളിലെയും സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ ഉത്തരവിട്ട് കഴിഞ്ഞു. ഇനി വേണ്ടത് മാർജിനൽ ഇൻക്രീസ് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. പക്ഷെ അത് ഈ തവണ നടത്താനുള്ള സമയമില്ല. അപ്പൊ അത് അറേഞ്ച് ചെയ്യണം, പുതിയ ബാച്ചുകൾ കൊണ്ടുവരാനുള്ള അറേഞ്ച്മെന്റ് വേണം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് കഴിയുമെങ്കിൽ അത് കഴിയുന്ന സ്കൂളുകൾക്ക്, ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ റെഡിയുള്ള സ്കൂളുകൾക്ക് എക്സ്ട്രാ ബാച്ചുകൾ അനുവദിക്കണമെന്ന നിലപാടാണ് എനിക്കുള്ളത്. അത് പാർട്ടി മെമ്പർ എന്ന നിലക്ക് MLA എന്ന നിലക്കും തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ബാച്ചുകൾ കൂടി അനുവദിക്കാൻ സാധിക്കുമെങ്കിൽ അത് സൗകര്യപ്രദമായ സ്കൂളുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം അദ്ദേഹത്തിനോടുള്ളൊരു അഭ്യർത്ഥന നടത്തും. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടെ ഈ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ തന്നെ ഒരു 1-2 സ്കൂളുകളിൽ പിള്ളേർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല. അതായത് ഞാൻ എടുത്തു പറയുന്നത് ഒന്ന് ആലിപ്പറമ്പിൽ കഴിഞ്ഞ മണ്ണ് കൂട്ടിയിട്ട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താ പറയാ, പിള്ളേർക്ക് ഇനി ഇരിക്കാൻ സ്ഥലമില്ല, അഡ്മിഷൻ കിട്ടിയാൽ പോലും ഇരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ താങ്കൾ പറഞ്ഞ പോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അക്കൂട്ടത്തില് പിള്ളേരുടെ പഠനം കൂടി നടക്കണമല്ലോ. അപ്പോൾ മന്ത്രിയെ കണ്ട് താങ്കൾ നിർദ്ദേശം മന്ത്രിയെ അറിയിക്കും. ഈ കുട്ടികളുടെ ആവശ്യം പരിഹരിക്കപ്പെടുമെന്ന് എല്ലാവർക്കും ആശ്വസിക്കാം എന്ന് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ തന്നെ ശ്രമിക്കുന്നത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനാണല്ലോ. അത് ബഹുമാന്യനായ മന്ത്രിയാണെങ്കിലും MLA നിലക്ക് ഞാനാണെങ്കിലും ഒക്കെ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഒന്നാണ്. അപ്പൊ അതിന് പ്രാക്ടിക്കലായിട്ട് നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ തീർച്ചയായിട്ടും മന്ത്രി നടത്തും. പാലിപ്പറമ്പ് വേറൊരു സബ്ജക്റ്റാണ്. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളത് മാത്രമല്ല, കുട്ടികളും ഇല്ല. അവിടെ സയൻസ് ബാച്ചിൽ പോലും കുട്ടികൾ ഫുള്ളാവാത്ത അവസ്ഥയിലേക്ക് സ്കൂൾ പോയിരിക്കുകയാണ്. അപ്പൊ അത് റിവാമ്പ് ചെയ്യേണ്ടത് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അത് വളരെ സ്പെഷ്യൽ കേസായിട്ട് ആലിപ്പറമ്പ് സ്കൂളിന്റെ കാര്യം പരിഹരിക്കും. ഏതായാലും വിദ്യാഭ്യാസ മേഖലയിലെ ഈ പെരിന്തൽമണ്ണയിലെ കുട്ടികൾ, ഓരോ കുട്ടികളോടും ചോദിച്ചാൽ അവർ പറയും നജീബ് കാന്തപുരം ഞങ്ങളുടെ MLA അടുത്ത് ഞങ്ങൾക്ക് പ്രചോദന MLA ആണ്. കാരണം ക്രിയ IAS അക്കാഡമി ഒക്കെ തുടങ്ങി കുട്ടികളുടെ മനസ്സിൽ ഉണ്ട്, വലിയ രീതിയിൽ തന്നെ നജീബ് കാന്തപുരം ഉണ്ട്. എന്തായാലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്താമെന്നൊരു ഉറപ്പ് നജീബ് കാന്തപുരം MLA തന്നിട്ടുണ്ട്. ജബ്ബാർ വേണാട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.